ഹരേ കൃഷ്ണ. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മൾ ദശകം 2 ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും അതിലെ 8ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യതൗപനിഷത ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തത് പ്ലസ് ദൂരേത്യഫലം യത് പ്ലസ് ഔപനിഷത ജ്ഞാനോപലഭ്യം പുനഃ തത് പ്ലസ് തു പ്ലസ് അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭു. അവിടെ സംബോധന രൂപമുണ്ട്. ത്വത് പ്രേമാത്മക ഭക്തി പ്ലസ് ഏവ സതതം സ്വാധീയസി ശ്രേയസി. അപ്പം സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. നിയത സ്വധർമ്മചരണം നിയത സ്വധർമ്മചരണം കർമ്മയോഗാഭിതം കർമ്മയോഗ അഭിതം ദൂരേത്യഫലം ദൂരേത്യഫലം ഔപനിഷത ജ്ഞാനോപലഭ്യം ഔപനിഷത ജ്ഞാന ഉപലഭ്യം സുദുർഗമതരം സുദുർഗമതരം ത്വത്പ്രേമാത്മകഭക്തി ത്വത് പ്രേമ ആത്മക ഭക്തി. പദച്ഛേദവും കഴിഞ്ഞു. ഇനി 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി നോക്കാം. 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഭക്തിയോഗമാണ് കർമ്മയോഗത്തെക്കാട്ടിലും ജ്ഞാനയോഗത്തെക്കാട്ടിലും അത്യുത്തമമാണെന്ന് വ്യാസനാരദാദി യോഗീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇവിടെ വീണ്ടും പറയുകയാണ് നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം. അതായത് ഫലം ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലേ, അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അത് തദ്ദൂരേത്യ ഫലം, അത് വളരെ കാലം കഴിഞ്ഞു മാത്രമാണ് ഫലം കിട്ടുന്നത് അല്ലേ. അപ്പം അത് കർമ്മയോഗം. അടുത്തത് വീണ്ടും പറയുന്നു പുനഃ യത് ഔപനിഷത ജ്ഞാനോപലഭ്യം. ഉപനിഷത്തുകളിൽ നിന്നും കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ തദ് തു അവ്യക്തതയാ ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തത് മൂലം ചിത്തസ്യ സുദുർഗമതരം മനസ്സിന് പിടികിട്ടാൻ പ്രയാസമേറിയതാണ്. വീണ്ടും പറയുന്നു ഹേ പ്രഭു ഹേ വിഭു, അതുകൊണ്ട് അങ്ങയെക്കുറിച്ച് പ്രേമാത്മക ഭക്തിയേവ പ്രേമാത്മക ഭക്തി തന്നെയാണ് സതതം സ്വാധീയസി ശ്രേയസി എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഭക്തിയോഗം എന്തുകൊണ്ടാണ് മറ്റുള്ള യോഗങ്ങളെക്കാൾ, അതായത് കർമ്മയോഗം ജ്ഞാനയോഗം ഇവയേക്കാൾ ശ്രേഷ്ഠമായത് എന്നുള്ളതാണ് പറയുന്നത്. ഫലം ആഗ്രഹിക്കാതെ നിയമേനയുള്ള സ്വധർമാചരണമാണ് കർമ്മയോഗം അല്ലേ. നമ്മൾ ഫലം ഇച്ഛിക്കുന്നില്ല, ഫലം നമുക്ക് പിന്നീടേ കിട്ടുകയുള്ളൂ, ഏറെക്കാലം കഴിഞ്ഞ് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ.
പിന്നെ ജ്ഞാനയോഗം, നമ്മുടെ ഉപനിഷത്തുകളിൽ നിന്നൊക്കെ നിന്നുള്ള നമുക്ക് കിട്ടുന്ന ബ്രഹ്മജ്ഞാനം, അതിൽ നിന്ന് കിട്ടുന്ന മോക്ഷം ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാനാവാത്തതിനാൽ മനസ്സിന് അപ്രാപ്യമാകുന്നു. പെട്ടെന്ന് നമ്മുടെ മനസ്സിന് അത് പ്രാപ്യമായി അല്ലെങ്കിൽ ലഭ്യമായി വരണമെന്നില്ല. എന്നാൽ ഭഗവാനെ അങ്ങയോടുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് എല്ലായ്പ്പോഴും ആസ്വാദ്യവും ശ്രേയസ്കരവുമായിട്ടുള്ളത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് കർമ്മയോഗത്തെക്കാട്ടിലും ജ്ഞാനയോഗത്തെക്കാട്ടിലും ഒക്കെ നമുക്ക് വളരെ ലളിതമായിട്ടും ആസ്വാദ്യകരമായിട്ടുള്ളതും അല്ലെങ്കിൽ ശ്രേയസ്കരമായിട്ടുള്ളതും ഭഗവാനിലേക്ക് അടുക്കാനുള്ള മാർഗം ഭക്തിയോഗം മാത്രമാണെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഹരേ കൃഷ്ണ.